ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, വിശുദ്ധ ഫൗസ്റ്റീനയുടെ ജീവിതത്തിലെ വളരെ രസകരമായ ഒരു അനുഭവം, എന്നാൽ വളരെ ആത്മീയമായ ആഴമേറിയ ഒരനുഭവം ദൈവകരുണയുടെ സന്ദേശത്തിൽ, ഡയറിയിലെ 42-ാമത്തെ സന്ദേശത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരിക്കലൊരു ക്രിസ്മസ് ദിനത്തിൽ ദൈവത്തിൻ്റെ ശക്തിയും സാന്നിധ്യവും എന്നെ വലയം ചെയ്യുന്നതായി തോന്നി. കർത്താവുമായുള്ള കണ്ടുമുട്ടലിൽ നിന്ന് ഒരിക്കൽ കൂടി ഞാൻ ഓടി അകലുവാൻ ശ്രമിച്ചു. കാരണം നമുക്കറിയാം, ഇതിനു മുമ്പ് പലപ്പോഴും മേലധികാരികൾ ഇതൊക്കെ ഒരു മിഥ്യാധാരണയാണെന്നുള്ള ഒരു ബോധ്യ ഉപദേശവും കൊടുത്തതുകൊണ്ട് പലപ്പോഴും ദൈവിക സാന്നിധ്യത്തെ വിശുദ്ധ ഫൗസ്റ്റീന ആദ്യ കാലഘട്ടങ്ങളിൽ സംശയിച്ചിരുന്നു. അവർ അടുത്തുള്ളൊരു കോൺവെൻറ്റ് യോസേഫിനേക്കിലെ സിസ്റ്റേഴ്സിനെ സന്ദർശിക്കുവാൻ ഞാൻ മദർ സുപ്പീരിയറിനോട് അനുവാദം ചോദിച്ചു. മദർ ഞങ്ങൾക്ക് അനുവാദവും തന്നു. ഊണ് കഴിഞ്ഞ ഉടനെ ഞങ്ങൾ യാത്രയ്ക്കൊരുങ്ങി. മഠത്തിൻ്റെ വാതിൽക്കൽ മറ്റു സിസ്റ്റേഴ്സ് എന്നെ കാത്തു നിൽക്കുകയായിരുന്നു. പുറംകുപ്പായം എടുക്കുവാൻ ഞാൻ മുറിയിലേക്ക് ഓടി. മടങ്ങി വരുമ്പോൾ ആ ചെറിയ ചാപ്പലിൻ്റെ പടിവാതിൽക്കൽ ഈശോ നിൽക്കുന്നത് ഞാൻ കണ്ടു. അവിടുന്ന് എന്നോട് പറഞ്ഞു, പോയിക്കൊള്ളുക, പക്ഷേ ഞാൻ നിൻ്റെ ഹൃദയം എടുത്തിരിക്കുന്നു. ഈശോയുടെ ഒരു ദർശനം ആ ചെറിയ സമയത്തിനുള്ളിൽ കിട്ടുകയാണ്. അപ്പോൾ ഈശോ പറയുകയാണ്, നീ പൊയ്ക്കോ, കുഴപ്പമില്ല, പക്ഷേ നിൻ്റെ ഹൃദയം ഞാൻ എടുത്തിരിക്കുകയാണ്. പെട്ടെന്ന് എൻ്റെ ഹൃദയം നഷ്ടപ്പെട്ടതായി എനിക്ക് തോന്നി. എന്നാൽ അപ്പോൾ തന്നെ സമയം വൈകി എന്ന് പറഞ്ഞുകൊണ്ട് ആ സിസ്റ്റേഴ്സ് ഞാൻ വൈകുന്നതിൽ എന്നെ വഴക്ക് പറഞ്ഞുകൊണ്ടിരുന്നതിനാൽ ഞാൻ വേഗം അവരുടെ കൂടെ പോയി. എന്നാൽ എന്തോ ഒരു വലിയ അസ്വസ്ഥത എന്നെ അലട്ടിക്കൊണ്ടിരുന്നു. ഒരു പ്രത്യേകമായ ദാഹം എൻ്റെ ആത്മാവിനെ ഗ്രസിച്ചു. എന്നാൽ ദൈവമല്ലാതെ മറ്റാരും ഇതേപ്പറ്റി അറിഞ്ഞില്ല. യോസേഫിനേക്കിൽ എത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് മടങ്ങിപ്പോകാം എന്ന് ഞാൻ സിസ്റ്റേഴ്സിനോട് പറഞ്ഞു. സിസ്റ്റേഴ്സ് അല്പസമയം വിശ്രമിക്കുവാൻ ആഗ്രഹിച്ചു. എന്നാൽ എൻ്റെ ആത്മാവിന് ഒട്ടും സ്വസ്ഥത ലഭിച്ചില്ല. ഇരുട്ടാകുന്നതിന് മുമ്പ് നാം മടങ്ങണം എന്ന് ഞാൻ പറഞ്ഞു. വളരെ ദൂരം പോകേണ്ടിയിരുന്നതുകൊണ്ട് ഞങ്ങൾ ഉടനെ തന്നെ മഠത്തിലേക്ക് മടങ്ങി. നടപ്പുരയിൽ വെച്ച് മദർ സുപ്പീരിയറിനെ ഞങ്ങൾ കണ്ടപ്പോൾ എന്നോട് ചോദിച്ചു, ഇതുവരെ സിസ്റ്റേഴ്സ് പോയില്ലേ, അതോ ഇത്ര വേഗം മടങ്ങി വന്നോ? വൈകി വരേണ്ടെന്ന് കരുതി ഞങ്ങൾ നേരത്തെ പോകുന്നു എന്ന് ഞാൻ മറുപടി നൽകി. പുറംകുപ്പായം മാറ്റിയിട്ട് ഉടനെ തന്നെ ഞാൻ ചാപ്പലിലേക്ക് പോയി. ചാപ്പലിൽ കയറിയ ഉടനെ തന്നെ ഈശോ എന്നോട് പറഞ്ഞു, വൈകി വരേണ്ട എന്ന് കരുതിയല്ല, ഞാൻ നിൻ്റെ ഹൃദയം എടുത്തതുകൊണ്ടാണ് നീ മടങ്ങി വന്നത് എന്ന് മദർ സുപ്പീരിയറിനോട് ഉടനെ തന്നെ ചെന്ന് പറയുക. എനിക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നുവെങ്കിലും സുപ്പീരിയറുടെ അടുക്കൽ പോയി എന്തുകൊണ്ടാണ് ഞാൻ വേഗം മടങ്ങി വന്നതെന്ന സത്യം തുറന്നു പറഞ്ഞു. കർത്താവിന് അനിഷ്ടം തോന്നിപ്പിച്ച എല്ലാ കാര്യങ്ങൾക്കും ഞാൻ അവിടുത്തോട് ക്ഷമ ചോദിച്ചു. അപ്പോൾ ഈശോ വലിയ സന്തോഷത്താൽ എന്നെ നിറച്ചു. കർത്താവിലല്ലാതെ ഒരിടത്തും സംതൃപ്തി ലഭിക്കുകയില്ലെന്ന് ഞാൻ മനസ്സിലാക്കി. പ്രിയമുള്ളവരെ, ഏറ്റവും ബ്ലസ്ഡ് ആയിട്ടുള്ള, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവം ഇവിടെ വിശുദ്ധ ഫൗസ്റ്റീന പങ്കുവയ്ക്കുകയാണ്. ഈശോ അവളുടെ ഹൃദയം എടുത്തു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, ഇനി നീ പോയിക്കൊള്ളുക. അവർ സിസ്റ്റേഴ്സിനോടൊപ്പം ക്രിസ്മസ് ദിനം മറ്റൊരു കോൺവെൻറ്റ് സന്ദർശിക്കാനായിട്ട് പോവുകയായിരുന്നു. ഒട്ടും മോശമായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല, സ്വന്തം സഹോദരങ്ങളെ സന്ദർശിക്കാനായിട്ട് പോകുന്നു. പക്ഷേ അവിടെ പോകുന്ന നിമിഷത്തിൽ ഈശോ ഹൃദയം എടുത്തു എന്ന് പറയുന്ന ആ നിമിഷം തൊട്ട് അവളുടെ ഉള്ളിലൊരു ശൂന്യത അനുഭവപ്പെടാൻ തുടങ്ങി. ഹൃദയം നഷ്ടപ്പെട്ട പോലത്തെ ഒരു അനുഭവം. അതിനെ വേറൊരു അർത്ഥത്തിൽ നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റും. ഒന്നിലും താല്പര്യം തോന്നാത്തൊരു അനുഭവത്തിലേക്ക് അവൾ കടന്നു വന്നു. ഒന്നിലും ഹൃദയത്തെ കണ്ടെത്താൻ പറ്റുന്നില്ല, ഒന്നിലും അതിൻ്റെ കോർ കണ്ടെത്താനായിട്ട് പറ്റുന്നില്ല. എന്നാൽ അവിടെ ചെന്ന് സിസ്റ്റേഴ്സിനെ കണ്ടു. നല്ല സാഹചര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഉള്ളിൽ മാത്രം ഈ ഒരു അസംതൃപ്തി നിലനിന്നു. അവൾക്ക് അവിടുന്ന് പെട്ടെന്ന് മടങ്ങിപ്പോരണം, നേരെ ഇരുട്ടുന്നതിന് മുമ്പ് മടങ്ങിപ്പോരാമെന്ന് പറയുന്നു. മറ്റു സിസ്റ്റേഴ്സും മനസ്സോടെ ഒപ്പം ഓടിപ്പോയിരുന്നു. അപ്പം മദർ നോക്കിക്കഴിഞ്ഞപ്പോൾ വീണ്ടും ഇവർ പടിപ്പുരയിൽ തന്നെ നിൽക്കുക. അപ്പോൾ അതെന്താ നിങ്ങൾ പോയില്ലേ, അത് പെട്ടെന്ന് വന്നതാണോ എന്ന് ചോദിച്ചപ്പോൾ വിശുദ്ധ ഫൗസ്റ്റീന പറയുകയാണ്, പെട്ടെന്ന് നേരം വൈകണ്ടല്ലോ എന്ന് കരുതി ഇങ്ങ് പോകുന്നതാണ്. ഈശോയുടെ അടുക്കിലേക്ക് വീണ്ടും ചെല്ലുമ്പോൾ ഈശോ പറയുക, അതല്ലല്ലോ അതിൻ്റെ റീസൺ, ഞാൻ നിൻ്റെ ഹൃദയം എടുത്തുകൊണ്ടല്ലേ നീ പെട്ടെന്ന് പോകുന്നത്, നീ വേഗം പോയി മദറിനോട് പറയുക. ഇതാണ് സംഭവിച്ചത്. അപ്പം അവിടെ എന്താ സംഭവിച്ചത്? ഈ ലോകത്തിൽ ഒരുപക്ഷെ സാധ്യമായ, ഒരിക്കലും നിഷേധിക്കപ്പെടാത്ത ഒരു കാര്യമാണ് സ്വന്തം സഹോദരങ്ങളെ സന്ദർശിക്കുക എന്നുള്ളത്. അനുവദനീയമായ ഒരു കാര്യത്തിലായിരിക്കുമ്പോൾ പോലും അവളുടെ ഉള്ളിൽ ഒന്നിലും വ്യാപരിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു അസംതൃപ്തി നിറയുക. അവിടെ വേഗം ഈശോയുടെ സന്നിധിയിലേക്ക് മടങ്ങി വരാനായിട്ട് വരിക. അതുകൊണ്ടാണ് കോൺവെൻറ്റിൽ എത്തിയതിന് ശേഷവും പുറംകുപ്പായം ഊരി മാറ്റിയിട്ട് ഓടി ചാപ്പലിലേക്ക് ചെല്ലുക. ഈശോയുടെ അടുക്കൽ ചെന്നിട്ട് ഈശോയുടെ അടുക്കൽ ഒരു വലിയ ആനന്ദം അനുഭവപ്പെടുക. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇങ്ങനെയുള്ളൊരു സാഹചര്യം പലപ്പോഴും നമുക്ക് അനുഭവപ്പെട്ടേക്കാം. അതൊരു ആത്മീയ അനുഭവമാണ്. വേറൊരിടത്തും സ്വസ്ഥത ലഭിക്കുന്നില്ല, ഈശോയുടെ അടുക്കൽ മാത്രം സ്വസ്ഥത ലഭിക്കുന്ന ഒരു അവസ്ഥ. ഇത് തന്നെയാണ് സ്വർഗത്തിൻ്റെ അവസ്ഥ. ഇത് തന്നെയാണ് ഒരു മരണത്തിനെ നമുക്ക് വ്യാഖ്യാനിക്കാനായിട്ട് പറ്റും. ഈ ലോകത്തിലുള്ള ഒന്നിനും എന്നെ പിടിച്ചു നിർത്താനായിട്ട് പറ്റുന്നില്ല.
ഈ ലോകത്തിലുള്ള ഒന്നിനും, ഈ ലോകത്തിലുള്ള സമ്പത്ത്, നേട്ടങ്ങൾ, സ്വപ്നങ്ങളുടെ വിജയങ്ങൾ, പ്രതീക്ഷകളുടെ പൂർത്തീകരണം, ഇതൊക്കെ ഉണ്ടെങ്കിലും അതിനൊന്നും എന്നെ താങ്ങി നിർത്താനായിട്ട് പറ്റത്തില്ല. ഞാൻ എൻ്റെ ഈശോയുടെ അടുക്കിലേക്ക് തന്നെ ഓടിക്കൊണ്ടേയിരിക്കും. അതാണ് വിശുദ്ധ അഗസ്തീൻ പറയുക, നിന്നിൽ വിലയം പ്രാപിക്കുവോളം എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു. 33 വർഷത്തോളം ഈ ലോകത്തിൻ്റേതായിട്ടുള്ള എല്ലാ മായാമോഹങ്ങളിലൂടെയും വ്യാപരിച്ചതിന് ശേഷം, ഒത്തിരിയേറെ അധപ്പതനങ്ങളിലും വീഴ്ചകളിലൂടെയും ഒക്കെ കടന്നുപോയതിന് ശേഷം വിശുദ്ധ അഗസ്റ്റിൻ ഒടുവിൽ ഈശോയിൽ ആനന്ദം കണ്ടെത്തുമ്പോൾ പറയുക, നിന്നിൽ വിലയം പ്രാപിക്കുവോളം എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു. നമ്മുടെയൊക്കെ ജീവിതം പലപ്പോഴും ഇങ്ങനെയുള്ള ഒരു തേഴ്സ്റ്റ് നമ്മൾ തിരിച്ചറിയണം. ഈ ഒരു തേഴ്സ്റ്റ് ചിലപ്പോൾ, ഈ ഒരു ദാഹം ചിലപ്പോൾ നമ്മൾ തിരിച്ചറിഞ്ഞൊന്നും വരികയില്ല. ചിലപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളിലും വളരെ ആനന്ദകരമായിട്ടും വിജയകരമായിട്ടും ഒക്കെ കടന്നു പോകുമ്പോഴും ഉള്ളിൽ അനുഭവപ്പെടുന്ന ഒരു ശൂന്യത, അത് നമ്മളെ ഈ കാര്യത്തിലേക്ക് തന്നെ, ഈശോയിലേക്ക് തന്നെ നയിച്ചുകൊണ്ടിരിക്കുക. അത് നമുക്കത് തിരിച്ചറിയാനായിട്ട് സാധിക്കണം. ഇതൊരു ആത്മീയ അനുഭവമാണെന്നും അതിന് നന്ദി പറയാനായിട്ട് പറ്റണം. എൻ്റെ ഈശോയെ, എനിക്കെല്ലാം ഉണ്ട്, പക്ഷേ എൻ്റെ ഉള്ളിൽ അസ്വസ്ഥമാണ്. പലപ്പോഴും പല മനുഷ്യരുടെ ഉള്ളിൽ ഇങ്ങനെയുണ്ട്, എല്ലാവരും ഉണ്ട്, എല്ലാം ഉണ്ട്, എങ്കിലും ഉള്ള അസ്വസ്ഥം. വേറെ ഒരിടത്തേക്കും പോകണ്ട, മദ്യത്തിലേക്ക് പോകണ്ട, ലഹരിയിലേക്ക് പോകണ്ട, സൗഹൃദങ്ങളിലേക്ക് പോകണ്ട, നേരെ ഈശോയുടെ അടുക്കിലേക്ക് വരിക. അവിടെ നീ സ്വസ്ഥത കണ്ടെത്താൻ പറ്റിയാൽ നിനക്ക് പിന്നെ ഒന്നും നഷ്ടപ്പെടാനില്ല. പലപ്പോഴും എന്താ സംഭവിക്കുന്നത്, ജീവിതത്തിൻ്റെ പല കാര്യങ്ങളിലുമായിരിക്കുമ്പോൾ മനുഷ്യന് അസ്വസ്ഥത അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, ഈ അസ്വസ്ഥത അനുഭവപ്പെട്ട് കഴിയുമ്പോഴത്തേക്കും അവർ സാധാരണഗതിയിൽ ചിന്തിക്കുകയാണ്, എല്ലാം ഉണ്ട്, പക്ഷേ എന്തോ ഒരു ബോറിംഗ് ആണ്, ഉടനെ ഒരു യാത്ര പോയേക്കാം, ഉടനെ യാത്രയ്ക്ക് ആവശ്യമാണ്, കുടുംബത്തോടൊപ്പം യാത്ര പോകേണ്ടതൊക്കെ ആവശ്യമാണ്. പക്ഷേ അങ്ങനെ യാത്ര പോയിട്ടും കുറച്ചൊക്കെ സാഹചര്യങ്ങൾ മാറ്റപ്പെടുമ്പോൾ ഒരു സമാധാനം, സന്തോഷമൊക്കെ തോന്നിയേക്കാം. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ എല്ലാ അസ്വസ്ഥതയും തൃപ്തിപ്പെടുന്ന ഈശോയിൽ മാത്രമാണ്. പലപ്പോഴും നമ്മൾ നമ്മുടെ ചുറ്റുപാടുകളിൽ സാഹചര്യങ്ങൾ മാറ്റിക്കൊണ്ട് സ്വസ്ഥത ലഭിക്കും, സംതൃപ്തി ലഭിക്കും എന്ന് കരുതുക. ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്ത് പോയി മാറി താമസിക്കുന്നു, ഒരു ജോലി ഉപേക്ഷിച്ച് വേറൊരു ജോലിയിലേക്ക് പോകുന്നു, ചില സൗഹൃദങ്ങളിൽ കിട്ടാത്ത സന്തോഷത്തിന് വേണ്ടി വേറെ ചില സൗഹൃദങ്ങളിലേക്ക് പോകുന്നു. ചിലപ്പോഴും സാധാരണഗതിയിൽ മനുഷ്യൻ മദ്യപാനത്തിലേക്കൊക്കെ പോകുന്നത് എന്താണ്, അവൻ്റെ ജീവിതത്തിൻ്റെ ചില ഇൻസെക്യൂരിറ്റി ഫീലിംഗ്, ചില അസംതൃപ്തികൾ ഒന്ന് പരിഹരിക്കണം. ദുഃഖം മറക്കാനാണെന്ന് പറഞ്ഞ് കുടിക്കാൻ പോകുന്നവരില്ലേ, കാരണം എന്താ, അവൻ്റെ ഹൃദയം അസ്വസ്ഥമാണ്. അപ്പോൾ കുടിക്കുമ്പോഴെല്ലാം സ്വസ്ഥത കിട്ടുമെന്ന് കരുതുക, അവിടെ ഒന്നും കിട്ടത്തില്ല. കിട്ടുന്നത് എവിടെയാണ്, ഈശോയുടെ അടുക്കൽ മാത്രമാണ്. അതാണ് ഈശോ പറയുക, ഞാൻ നൽകുന്ന സമാധാനം ആർക്കും നിങ്ങൾ എടുത്തു മാറ്റാൻ പറ്റുകയില്ല. ഞാൻ നൽകുന്ന സന്തോഷം ആർക്കും നിങ്ങൾ എടുത്തു മാറ്റാൻ പറ്റുകയില്ല. ഞാൻ വന്നിരിക്കുന്ന നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകാനും അത് പൂർണ്ണമായിട്ടുണ്ടാകുന്നതിന് വേണ്ടിയാണ്. ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായിട്ടുണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അസ്വസ്ഥതകളിലും ഭൗതികമായിട്ടുള്ള പരിഹാരങ്ങൾ തേടി അലയാതെ ഈശോയുടെ അടുക്കിലേക്ക്, ആത്മീയമായിട്ട് ഈശോയുടെ അടുക്കിലേക്ക് ഒന്ന് വരിക, ഈശോയുടെ അടുക്കിലിരിക്കുക. അത് വയലിൽ ഒളിപ്പിച്ച് വെച്ച നിധി കണ്ടെത്തിയവനെ പോലെയാണ്. അതൊരിക്കലും നമ്മളിൽ നിന്ന് എടുത്തു മാറ്റപ്പെടുകയില്ല. മേരി തിരഞ്ഞെടുത്ത പോലെ നല്ലത് തിരഞ്ഞെടുത്തു എന്ന് സ്വർഗം പറയുന്ന ഒരു നിമിഷമാണത്. മേരി നല്ലത് തിരഞ്ഞെടുത്തു, അതൊരിക്കലും അവളിൽ നിന്ന് മാറ്റപ്പെടുകയില്ല. നമ്മൾ ഈശോയുടെ അടുക്കൽ വന്ന് ഈശോയെ കണ്ടെത്തി കഴിഞ്ഞാൽ, കർത്താവായ യേശു കൂടെയുള്ളവൻ മഹാസമ്പന്നൻ എന്ന് പറഞ്ഞതുപോലെ നമുക്കൊന്നും നഷ്ടമാവുകയില്ല. ആർക്കും നഷ്ടപ്പെടുത്താൻ പറ്റാത്ത, അപഹരിക്കാൻ പറ്റാത്ത, നിത്യമായി നിലനിൽക്കുന്ന സമാധാനം നമുക്ക് സ്വന്തമാണ്. ഈശോയോട് നമുക്ക് പറയാം, എൻ്റെ എല്ലാ ശൂന്യതകളിലും നിന്നിലേക്ക് നോക്കി പ്രകാശിതനാകുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, ഈശോയെ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.